ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ചെത്തക്കറിയാണ് കേട്ടോ. ചെത്തക്കറി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അതെന്ത് കറിയാണാവോ എന്ന്. പണ്ട് നമ്മൾ ഉണ്ടാക്കണ മാങ്ങാച്ചാറിനെയാണ് ചെത്തക്കറി എന്ന് പറഞ്ഞത്. എല്ലാ മാങ്ങാച്ചാറും ഇല്ല കേട്ടോ. ഇന്ന് ഉണ്ടാക്കണ മാങ്ങാച്ചാറിന് ചെത്തക്കറി എന്നാ എല്ലാവരും പറയാറുള്ളത്. ഇല്ലത്തെ ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ പറയാറ്. ഞങ്ങൾ ഇല്ലത്തുനിന്നൊക്കെ പുറത്ത് വന്നതിന് ശേഷമാണ് അച്ചാർ എന്നുള്ള രീതിയിലേക്ക് മാറിയത്. എല്ലാ മാങ്ങ അച്ചാറിനെയും മാങ്ങാ കറി എന്നാണ് ഇപ്പോഴും ഇല്ലത്തുള്ളവരൊക്കെ പറയുന്നത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ചെത്തക്കറി ആയിട്ടാണോ അച്ചാറായിട്ടോ മാങ്ങാക്കറി എന്താണോ ഇഷ്ടം അതുപോലെ പറയാട്ട. 4 നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തേക്കണേ. കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കണതാണ്. കിലോ കണക്കിൽ പറയുകയാണെങ്കിൽ 1/2 കിലോ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് 1/2 ലിറ്റർ വെള്ളം മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ വെള്ളത്തിൽ തന്നെ ചേർക്കണം. മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പ് ചേർത്തോളൂ. വെള്ളം നല്ലോണം വെട്ടി തിളക്കട്ടെ. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെള്ളം നല്ലോണം തണുക്കണം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കരുത്. അങ്ങനെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തണുക്കണം. അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യും. മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലോണം തണുത്തു കിട്ടുക. നമുക്ക് 2-3 സാധനം ആ വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കുക. 15 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ മുളക് എടുക്കാം. തിളപ്പിച്ച് ആറിയ ആ വെള്ളത്തിലാണ് മുളക് കുതിർത്തി വെക്കാൻ പോണത്. ഇനി കടുകാണ് കുതിർത്തുന്നത്. 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ, 3, 4, 5 ടീസ്പൂൺ കടുകാണ് കുതിർത്തി വെക്കാൻ പോകുന്നത്. ഇതും തിളപ്പിച്ച് ആറിയ വെള്ളത്തിലാണ്. വേറൊരു ബൗളിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതും തിളപ്പിച്ച് ആറിയ ആ മഞ്ഞൾപ്പൊടി ഇട്ട് ആ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ഈ സാധനങ്ങളൊക്കെ 4 മണിക്കൂർ നമുക്ക് കുതിർത്തി വെക്കണം. അതുപോലെ നമ്മൾ തിളപ്പിച്ച് ആറാൻ വെച്ചിട്ടുള്ള മഞ്ഞവെള്ളം ഇല്ലേ, അതും ബാക്കി ഉണ്ടാവും. ഇതും അങ്ങനെ അടച്ചെടുത്ത് വെച്ചോളൂ. ഇതൊക്കെ കുതിർന്ന് കഴിയുമ്പോൾ ഈ വെള്ളം ചേർത്തിട്ടാവും നമ്മൾ അരയ്ക്കാനും പോണത്. ഇനി ഇതൊക്കെ കുതിർന്ന് കിട്ടട്ടെ, എന്നിട്ട് അച്ചാർ റെഡിയാക്കാം. നമുക്ക് മാങ്ങ നുറുക്കിയെടുക്കും. മാങ്ങയൊക്കെ പൂളി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെറുതായിട്ട് നുറുക്കാൻ പോണം. ചെറുതായിട്ട് എന്ന് പറയുമ്പോൾ സാധാരണ മാങ്ങാച്ചാറിന് നുറുക്കണ ആ ചെറുത് പോരാട്ട. ഈ വലിപ്പത്തിൽ വേണം ഓരോ കഷ്ണങ്ങളും നുറുക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ എല്ലാ മാങ്ങയും നുറുക്കിയെടുക്കാം. മാങ്ങ നമ്മൾ നുറുക്കിയെടുത്തു. ഇത് മാറ്റി വയ്ക്കാം. മുളകും കടുകും കാശ്മീരി മുളക് പൊടി കായപ്പൊടിയും കൂടി 4 മണിക്കൂറായി കുതിർത്തി വെച്ചിട്ട് ഈ എല്ലാം നമ്മൾ ഈ വെള്ളത്തോടു കൂടി അരച്ചെടുക്കാം. ആദ്യം മുളകൊന്ന് അരഞ്ഞതിന് ശേഷം കടുക് ഇട്ട് കൊടുത്താൽ മതി. മുളകൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുതിർത്തി വെച്ചേക്കണ കടുക് വെള്ളത്തോടു കൂടിയാട്ടാ ചേർക്കണേ. അരച്ചെടുത്ത കടുകും മുളകും മാങ്ങയിലേക്ക് ചേർക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച് ആറി എടുത്ത് വെച്ചേക്കണ വെള്ളത്തിൻ്റെ ബാക്കി ജാറ് കഴുകാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ കുതിർത്തി വെച്ചേക്കണ കാശ്മീരി മുളക് പൊടിയും കായപ്പൊടി അതും ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ട്ടാ. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചേക്കണത്. ഈ മാങ്ങാക്കറിയിൽ ഉലുവ ചേർക്കില്ല. അതാണ് മാങ്ങാക്കറിയുടെ പ്രത്യേകത. അതുപോലെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ അടച്ചു വെക്കണം. എന്നിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഉണ്ടാക്കിയ അപ്പം തന്നെ നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാനും പറ്റില്ല. വിനാഗിരി ഒന്നും ചേർക്കാത്ത കാരണം 1-2 മാസം പുറത്ത് വെച്ച് സൂക്ഷിക്കാം. അല്ല കുറേ ദിവസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാട്ട. നല്ലെണ്ണ നല്ലോണം ചൂടാക്കിയതിന് ശേഷം തണുപ്പിച്ചതാണ് മാങ്ങയിൽ ചേർക്കണേ. ഇത്രയല്ലോ ട്ടാ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മാങ്ങ സീസണും കൂടിയാണ്. എപ്പോഴും ഒരുപോലെ അച്ചാർ ഉണ്ടാക്കാണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടായിക്കോളൂ. വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടല്ല, നമ്മൾ വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. ഈ രീതിയിൽ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.